പരീക്ഷണമോ? അല്ലാഹു തന്നെയല്ലേ പറഞ്ഞു തന്നത്? പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നാ ഖലഖിനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ് നബ്തലി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എടാ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാ. അല്ലാഹു തന്നെയാ പറയുന്നത്, ഇന്നാ ഖലഖിനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി. നിന്നെ പരീക്ഷിക്കാനാണ് നിന്നെ ഞാൻ സൃഷ്ടിച്ചതെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരികയാണ്, നമ്മളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത്. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഇന്നകും ഇലൈനാ ലാ തുർജഊൻ. അല്ലാഹു നമ്മളോട് ചോദിക്കുകയാ, നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, വെറുതെ അങ്ങ് സ്വർഗ്ഗത്തിൽ പോകാമെന്ന് നീ കരുതുന്നുണ്ടോ? അല്ലാഹു ചോദിക്കുകയാണ്, വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും, നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒന്നും നേരിടാതെ നീ വെറുതെ അങ്ങ് സ്വർഗ്ഗത്തിൽ കടക്കാമെന്ന് കരുതുന്നു? ഇല്ല ചെറുപ്പക്കാരാ, ഇല്ല പെങ്ങള്, അല്ലാഹു എന്നെയും നിന്നെയും സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കാരാ. അല്ലാഹു തന്നെ പറയുകയാ, എങ്ങനെ പരീക്ഷിക്കുമെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നു, ഞാൻ എന്റെ അടിമകളെ എങ്ങനെ പരീക്ഷിക്കുമെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനകസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞു തരികയാ, എന്റെ അടിമകളെ ഞാൻ പരീക്ഷിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? എനിക്കിഷ്ടപ്പെട്ടവര് എന്റെ അടിമകളെ ഞാൻ എങ്ങനെ പരീക്ഷിക്കുമെന്നറിയുമോ? അവന് ഭയം കൊടുത്ത് പരീക്ഷിക്കും, അവന് പട്ടിണി കൊടുത്ത് പരീക്ഷിക്കും, അവന് കടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കിയിട്ട് പരീക്ഷിക്കും, അവന്റെ കച്ചവടം മുഴുവനും തകർത്തിട്ട് ഞാൻ പരീക്ഷിക്കും, മാരക രോഗങ്ങൾ കൊടുത്തിട്ട് പരീക്ഷിക്കും, സ്വന്തം മക്കളുടെ മയ്യത്ത് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി സ്വന്തം മക്കളുടെ മയ്യത്ത് കബറടക്കിയിട്ട് അല്ലാഹു തന്റെ അടിമകളെ പരീക്ഷിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുമ്പോൾ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തന്നെയാ പറഞ്ഞത്, മനുഷ്യ നിന്നെ ഞാൻ പരീക്ഷിക്കാൻ സൃഷ്ടിച്ചതെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല നിനക്ക് കടം തന്നത്, നിനക്ക് രോഗം തന്നത്, നിന്റെ കച്ചവടം നഷ്ടത്തിലാക്കിയത്, നിന്നെ മക്കളെ മരിപ്പിച്ചത്, നിന്നെ ഇതുപോലെ ഒന്നിനു പുറകെ ഒന്നൊന്നായി ജീവിതത്തിലേക്ക് ദുരിതങ്ങൾ തരുന്നത് അല്ലാഹു നിന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, സ്നേഹമുള്ളത് കൊണ്ടാ, സ്നേഹമുള്ളത് കൊണ്ടാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമയ്ക്ക് സ്വർഗ്ഗം നിർബന്ധമാണ്. അല്ലാഹു പറയുന്നു, എനിക്ക് ചില അടിമകളുണ്ട്, ആ അടിമയ്ക്ക് സ്വർഗ്ഗം നിർബന്ധമാ. 10-60 വർഷക്കാലം, 30, 40, 50 വർഷക്കാലം ആ മനുഷ്യൻ ജീവിക്കും. പക്ഷേ സ്വർഗ്ഗത്തിൽ കടക്കാറുള്ള ഒരു നല്ല കാര്യവും ആ മനുഷ്യന് ചെയ്തിട്ടില്ല. അവസാനം സ്വർഗ്ഗം കൊടുക്കാൻ അല്ലാഹു ആ മനുഷ്യന് മാരക രോഗങ്ങൾ കൊടുക്കുകയാ, ദുഃഖങ്ങൾ കൊടുക്കുകയാ. എന്നിട്ട് ആ ദുഃഖത്തിനെ കൊണ്ട് രോഗം കൊടുത്തിട്ട് അവന് ശമിക്കുകയാ. അതിനു പകരം അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല നിനക്ക് ദുഃഖവും ദുരിതവും തരുന്നത്, ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അല്ലാഹുവിന് ഇഷ്ടമുള്ളവരെ അല്ലാഹു പരീക്ഷിക്കൂ. ഹദീസിൽ കാണാം ഒരു മനുഷ്യന് പനി വന്നാൽ 3 പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന് പനി വന്നാൽ 3 പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ദുആ ചെയ്യും, പടച്ചവനെ പനി തരണേ അല്ലാഹ്. ഒരു മനുഷ്യന് പനി വന്ന 3 പ്രതിഫലം. ആ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ നാളെ പടച്ചവന്റെ കോടതിക്ക് പോകുമ്പോ ക്യാൻസർ പിടിച്ചവന് കൈകാലില്ലാത്തവന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ അവിടെ നിന്നോണ്ട് പറയും, പടച്ചവനെ എനിക്കിത് നീ തന്നില്ലല്ലോ, എനിക്കിത് തന്നില്ലല്ലോ. അള്ളാന്റെ റസൂല് പറയുന്നു, ചില അടിമകൾക്ക് സ്വർഗ്ഗം നിർബന്ധമാ, പക്ഷേ സ്വർഗ്ഗത്തിൽ പോകാനുള്ള ഒന്നും ചെയ്യത്തില്ല.
40 കൊല്ലം ജീവിച്ചു, 50 കൊല്ലം ജീവിച്ചു, സ്വർഗത്തിൽ പോകാൻ ഒന്നും ചെയ്തിട്ടില്ല. അവസാനം അള്ളാഹു ആ മനുഷ്യന് സ്വർഗം കൊടുക്കാൻ ക്യാൻസർ കൊടുക്കും, എന്നിട്ട് അനുഭവിക്കും, എന്നിട്ട് അതിന് പകരം സ്വർഗം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. ഒരു മനുഷ്യൻ അടുത്ത സെക്കൻഡിൽ സംഭവിക്കുന്നത് എന്തെന്ന് പറയാറ് പടച്ചവനെ, ഒരു മനുഷ്യന്റെ ഭാവി പറയാറ് ഈ വഅദ് പറയുന്ന ഞാൻ ഈ വഅദ് പൂർത്തീകരിക്കുമോ, ഇവിടെ നിന്ന് ഇറങ്ങി പോകുമോ, എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ അല്ലാഹുവിനല്ലാതെ മറ്റൊരു ശക്തിക്കും കഴിയില്ല. അഞ്ചാമതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഒരു മനുഷ്യൻ എപ്പോഴെവിടെ കിടന്നാണ് മരിക്കുന്നത്, ഏത് രീതിയിലാണ് മരിക്കുന്നത്, എങ്ങനെയാണ് മരിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, എന്റെ മരണം പ്രവചിക്കാറ് ആ മരണത്തിന്റെ അടയാളം പറയാനല്ലാതെ ഇന്ന സമയത്ത് ഞാൻ മരിക്കുമെന്ന് പറയാ അല്ലാഹുവിനല്ലാതെ മറ്റൊരു ശക്തിക്കും കഴിയില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. എല്ലാവർക്കും മരണം നിർബന്ധമാണല്ലോ. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും മരണം കടന്നു വരുമല്ലോ, എല്ലാവർക്കും വിശ്വാസമാണ്. കാരണം അല്ലാഹുവാണ് പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണമുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവാ. ആർക്കും സംശയമില്ല, ലോകത്തുള്ള ഒരു മനുഷ്യനും സംശയമില്ല. എല്ലാവർക്കും ഒരു ദിവസം മരണമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എന്റെ പ്രിയമുള്ളവരെ, ഏത് കോലത്തിലാണ് വരുന്നതെന്നറിയില്ല. അത് വഅദ് പറയുന്ന സദസ്സിലാണോ, വഅദ് കേൾക്കുന്ന സദസ്സിലാണോ, വീട്ടിൽ കിടക്കുന്ന സമയത്താണോ, വാഹനത്തിലാണോ, റോഡിലാണോ, ബാത്റൂമിലാണോ, ഹോസ്പിറ്റലിലാണോ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്, എല്ലാവരും അതിന് മതിമറന്നുകൊണ്ട് ഇങ്ങനെ ജീവിക്കുമ്പോ എല്ലാവരുടെയും മുഖത്ത് വല്ലാത്ത സന്തോഷമാണ്, എല്ലാവരും വല്ലാത്ത ആനന്ദത്തിലാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കവി ചോദിക്കുകയാണ്, കുല്ലും സബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു അദിനാ മിൻ ശിറാകീൻ അലിഹി. സന്തോഷത്തോടെ നീ ചിരിച്ച് കളിച്ചിങ്ങനെ നടക്കുമ്പോ നിന്റെ ഭാര്യയുടെ കൂടെ, നിന്റെ മക്കളുടെ കൂടെ, കൂടപ്പിറപ്പിന്റെ കൂടെ നീ സന്തോഷത്തോടെ ഇങ്ങനെ നടക്കുമ്പോ കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ എന്തേ പൊന്നുമോനെ നീ നോക്കാത്തത്? ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നു, അതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹാന്മാര് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാ. മരിക്കാൻ ക്യാൻസർ വേണമെന്നില്ല, ട്യൂമർ വേണമെന്നില്ല, കിഡ്നി തകരണമെന്നില്ല, മാരക രോഗങ്ങൾ പിടിപെടണമെന്നില്ല, പ്രഷർ വേണമെന്നില്ല, ഷുഗർ വേണമെന്നില്ല, കൊളസ്ട്രോൾ വേണമെന്നില്ല, ഒരു തലവേദന പോലും മരണ ില്ല. ആരാ പറഞ്ഞത് മാരക രോഗമുണ്ടെങ്കിലേ മരിക്കൂ എന്ന്? ആരാണിത് പറഞ്ഞു തന്നത്? അതാ കവി ചോദിക്കുകയാണ്, തുഅമ്മീലു ഫിദ്ദുനിയാ ത്വബീലൻ വലാ തദ്രീ ഇലാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആസ ദഹ്റൻ അലാ ദഹ്രി.